ഹലോ ഫ്രണ്ട്സ്, വാട്ട് ഈസ് ലോ? ലോയുടെ ബൈൻഡിങ് ഫോഴ്സ് എന്താണ്, എന്തൊക്കെയാണ് സോഴ്സസ് ഓഫ് ലോ, ദെൻ അതുപോലെ തന്നെ എന്തൊക്കെയാണ് എലിമെൻറ്റ്സ് ഓഫ് ലോ. ഈ 4 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ആക്ച്വലി ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്ന എൻറ്റയർ പേപ്പർ എന്ന് തന്നെ വേണമെങ്കിൽ ഇൻ എ നട്ട്ഷെൽ നമുക്ക് പറയാം. ആൻഡ് ഫൈനലി ഇനി ഇത്തരം ആസ്പെക്ട്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ലെക്ചറിലേക്കാണ് നമ്മൾ പോകുന്നത്. ആൻഡ് ഫോർ ദാറ്റ് വി ഹാവ് പ്രൊഫസർ NL സജികുമാർ ഓഫ് ഗവൺമെൻറ് ലോ കോളേജ് വിത്ത് അസ്. ഇന്നത്തെ നമ്മുടെ ഡീറ്റെയിൽ ലെക്ചറിലേക്ക് നമുക്ക് പോകാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു വന്ന പോയിൻറ്റ്, ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുമ്പോൾ നോളജ് ഓഫ് ലോ ആണെന്നും ആ നോളജ് ഒരു വ്യക്തിക്ക് കിട്ടുമ്പോൾ ജൂറിസ്പ്രുഡൻസ് മനസ്സിലാകുമെന്നും പറഞ്ഞു. അപ്പോൾ ആ നോളജ് കിട്ടാൻ വേണ്ടി നമ്മൾ 4 ക്വസ്റ്റ്യനായിട്ട് ഫ്രെയിം ചെയ്തു. വാട്ട് ഈസ് ലോ, വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് ലോ, വാട്ട് മേക്സ് ദ ലോ ബൈൻഡിങ് ആൻഡ് വാട്ട് ആർ ദ എലമെൻറ്റ്സ് ഓഫ് ലോ. ലോ എന്താണ്, ലോയുടെ ഉറവിടങ്ങൾ എന്തൊക്കെയാണ്, ഒരു ലോ എന്തുകൊണ്ട് ആളുകൾ ഒബേ ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ലാസ്റ്റ് വൺ ലോയുടെ ബിൽഡിംഗ് ബ്ലോക്സ് എന്തൊക്കെയാണ്. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ സെഷൻസിലെല്ലാം വാട്ട് ഈസ് ലോ എന്നും വാട്ട് ആർ ദ സോഴ്സ് ഓഫ് ലോ എന്നും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എന്നിട്ട് നമ്മൾ അതിന് കൺക്ലൂഡ് ചെയ്തത് എന്താണ്, ലോ എന്നുള്ളത് ഒരു ബോഡി ഓഫ് പ്രിൻസിപ്പിൾസ് ആണെന്നും ആ ബോഡി ഓഫ് പ്രിൻസിപ്പിൾസിൽ വിവിധ സോഴ്സിൽ നിന്ന് വരുന്നത് നമ്മൾ ഇന്ത്യയിൽ അക്സെപ്റ്റ് ചെയ്യുന്നു, അതെല്ലാം ഇന്ത്യയിൽ ലോ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ വാട്ട് ആർ ദ സോഴ്സ് ഓഫ് ലോ ജസ്റ്റ് ഒന്ന് പറഞ്ഞതിന് ശേഷമേ ഓരോ സോഴ്സും എന്തുകൊണ്ട് ബൈൻഡിങ്, അപ്പോൾ ഓരോ സോഴ്സിനും ഒരു ബൈൻഡിങ് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഈ യൂണിറ്റിൽ നമ്മൾ ആ സോഴ്സും അതിൻ്റെ ഫോഴ്സും നോക്കാൻ പോകാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങളൊന്ന് റീക്യാപ്പ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒരു പോയിൻ്റ് പറയാം. സോഴ്സസ് എന്താണെന്ന് നോക്കിയതാണ് നമ്മൾ. ലെജിസ്ലേച്ചർ ഇറക്കുന്ന സുപ്രീം ലെജിസ്ലേഷൻ സോഴ്സാണ്, എക്സിക്യൂട്ടീവ് ഇറക്കുന്ന ഡെലിഗേറ്റ് ലെജിസ്ലേഷൻ സോഴ്സാണ്, ജഡ്ജസ് ഇറങ്ങുന്ന പ്രീവിയസ് ഡെസിഷൻസ് ഇന്ത്യയിലെ ലോയുടെ സോഴ്സാണ്, താനെ ഇവോൾവ് ചെയ്ത് വന്ന കസ്റ്റംസും നമുക്ക് സോഴ്സാണ്, ഇനി ഇൻ്റർനാഷണൽ ലോ നമുക്ക് സോഴ്സാണ്, പിന്നെ മുസ്ലിം ഖുറാനിക് പ്രിൻസിപ്പിൾസ് ആയിട്ടുള്ള മുസ്ലിം ലോയുടെ ഡിവൈൻ അല്ലെങ്കിൽ ആ വിൽ ഓഫ് ഗോഡും സോഴ്സാണ്. ഇനി ഈ ഓരോ സോഴ്സും ഇന്ത്യയിൽ ലോ എന്നുള്ള വാക്കിൽ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഓരോ സോഴ്സും ഇവിടെ ആളുകൾ ഒബേ ചെയ്യുന്നു എന്ന് ഒരു ഉത്തരമുണ്ട്. അതാണ് ഈ പേപ്പർ, അതാണ് ക്വസ്റ്റ്യൻ, വാട്ട് മേക്സ് ദ ലോ ബൈൻഡിങ്, അല്ലെ വൈ പീപ്പിൾ ഒബേ ലോ, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓരോ നമുക്ക് ഈ യൂണിറ്റിൽ ഒരു സോഴ്സും അതിൻ്റെ ഫോഴ്സും ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് ലെജിസ്ലേഷനെ തന്നെ എടുക്കാം. ലെജിസ്ലേഷൻ എന്നുള്ളത് ആണ്. അപ്പോൾ ലെജിസ്ലേഷനിൽ അത് പറഞ്ഞതാണ് സുപ്രീം ലെജിസ്ലേച്ചർ ഇറക്കുന്ന സുപ്രീം ലെജിസ്ലേഷൻ ആക്ട് സ്റ്റാറ്റ്യൂട്ട് എല്ലാം വരും. അതിനോടൊപ്പം തന്നെ എക്സിക്യൂട്ടീവ് ഇറക്കുന്ന ഡെലിഗേറ്റ് ലെജിസ്ലേഷൻ വരും. അപ്പോൾ അത് നമ്മൾ ലെജിസ്ലേഷൻ എന്നങ്ങ് വിളിക്കുന്നത്. അപ്പോൾ ലെജിസ്ലേഷൻ ആണ് ഒരു സോഴ്സ്. അത് സുപ്രീം ലെജിസ്ലേഷൻ ആവട്ടെ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ ആവട്ടെ, അത് എന്തുകൊണ്ട് ഒബേ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അത് അതിൻ്റെ പിന്നിൽ ഒരു പണിഷ്മെൻറ്റോ സാങ്ഷനോ ഉള്ളതാണ്. ഒരു സാങ്ഷനാണ് ഇതിൻ്റെ ബൈൻഡിങ് ഫോഴ്സ്. കാരണം ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയില്ല, ഇന്ത്യൻ പീനൽ കോഡിൽ മർഡർ ചെയ്യാൻ പാടില്ല, മോഷണം പാടില്ല എന്ന് ഒരുപാട് കാര്യങ്ങൾ മെക്കോളെ എഴുതി വച്ചിരിക്കുക. അപ്പോൾ ഇതെല്ലാം വേറൊന്നുമില്ലാതെ വെറുതെ ഇന്ത്യയിൽ ആരെയും കൊല്ലരുത്, ആരെയും മോട്ടിക്കരുതെന്ന് എഴുതി വെച്ചാൽ കാരണം നമുക്കൊക്കെ മനുഷ്യനുള്ള ബേസിക് ഇൻസ്റ്റിങ്സ് ഒക്കെ ഇതുണ്ട്, നമുക്കൊക്കെ ഇതൊക്കെ താല്പര്യമില്ല. പക്ഷേ നമ്മൾ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് തോന്നിയാൽ നോർമലായിട്ടുള്ളത് ഇത് ഒരു പോയിൻ്റാണ്. ഈ നിയമത്തിൻ്റെ പിന്നിൽ ശിക്ഷയുണ്ട്, സാങ്ഷൻ. അപ്പോൾ സാങ്ഷൻ ഉള്ളതുകൊണ്ടാണ് ലെജിസ്ലേഷന് ബൈൻഡിങ് ഫോഴ്സ് വന്നിരിക്കുന്നത്. നമുക്കൊരു ഭയമാണ്, കാരണം ഇത് ലംഘിച്ചാൽ ശിക്ഷിക്കപ്പെടും. അപ്പോൾ പണിഷ്മെൻറ്റ് ഈസ് ഇൻ എഫക്റ്റ് എ ബൈൻഡിങ് ഫോഴ്സ്. ഇനി അടുത്തത് കസ്റ്റം എന്തുകൊണ്ടാണ് ആളുകൾ പാലിക്കുന്നു? കാരണം അതാരും ലോ ഒന്നുമില്ലല്ലോ. ഇപ്പോൾ കസ്റ്റത്തിന് ലംഘിച്ചാൽ നമുക്ക് കേസ് കൊടുക്കില്ലല്ലോ, കാരണം അത് ലോ ആരും ഉണ്ടാക്കിയതല്ലല്ലോ കസ്റ്റം. പക്ഷേ അവിടെ നമ്മൾ അറിയേണ്ടത് ആ കസ്റ്റം എന്തുകൊണ്ടാണ് ബൈൻഡിങ് ഫോഴ്സ് വന്നു എന്ന് പറഞ്ഞാൽ, ബൈൻഡിങ് ഫോഴ്സ് വരുന്നതിന് മുമ്പ് ആ കസ്റ്റം വാലിഡ് ആവണമെന്നാണ് ആദ്യത്തെ പോയിൻറ്റ്. അപ്പോൾ വാലിഡ് കസ്റ്റം മാത്രമേ ബൈൻഡിങ് ആവൂ. അപ്പോൾ വാലിഡ് കസ്റ്റം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഇമ്മെമ്മോറിയൽ, കുറേ കണ്ടീഷൻസ് ഉണ്ട്. ഇമ്മെമ്മോറിയൽ ആൻറ്റിക്വിറ്റി, അതായത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്കും പറയാൻ പറ്റില്ല ഇത് എന്നാണ് ഇതിൻ്റെ ഉത്ഭവം അല്ലെ ഉറവ്. അപ്പോൾ അത്രയ്ക്ക് കാലപ്പഴക്കം ചെന്നതായിരിക്കണം. 2, ഇടയ്ക്ക് നമ്മൾ കുറേ നാൾ നിർത്തി വെച്ചാൽ പോരാ, അൺഇൻറ്ററപ്റ്റഡായിട്ട് വന്നിരിക്കണം. പിന്നെ വേറൊന്ന് സെർട്ടണിറ്റി, ക്ലാരിറ്റി വേണം, ഇന്നതാണ് കസ്റ്റം എന്ന് പറയാൻ പറ്റണം. അതാണ് ഒരു പോയിന്റ്. പിന്നെ വേറൊന്നും, ഇത് ഈ കസ്റ്റം ആചരിച്ച് വന്ന ഒരു സമയത്തും ഇതിൻ്റെ പേരിൽ ഒരു രക്തച്ചൊരിച്ചിലുണ്ടാവാൻ പാടില്ല. അപ്പോൾ നോ ബ്ലഡ് ഷെഡ് ഇൻ ദ നെയിം ഓഫ് സച്ച് എ കസ്റ്റം. അപ്പോൾ പീസ്ഫുള്ളായിട്ട് ആചരിച്ച് വന്നതായിരിക്കണം. പിന്നെ വേറൊന്നും, ഏതെങ്കിലും സ്റ്റാറ്റ്യൂട്ടുമായിട്ട് കോൺട്രഡിക്ഷൻ വരാൻ പാടില്ല, മറ്റ് കസ്റ്റമായിട്ട് കോൺട്രഡിക്ഷൻ വരാൻ പറ്റില്ല, അത് റീസണബിൾ ആയിരിക്കണം. അവിടെയാണ് നമ്മൾ പഴയ ഹിന്ദു ലോയിലുള്ള കുറേ കസ്റ്റംസ് ഉണ്ട്. ഇപ്പോൾ ഈ സതി ഉണ്ടല്ലോ, സതി, ഭർത്താവ് മരിച്ചാൽ ഭാര്യ ചാടി സതി നടത്തണം. പക്ഷേ നിങ്ങളത് അറിയുക, വേദിക് പീരീഡിലൊക്കെ വിഡോയ്ക്ക് റീമാരേജ് ചെയ്യാൻ പറ്റുന്നൊരു സിസ്റ്റം നമ്മൾ ഇന്ത്യൻ ജൂറിസ്പ്രുഡൻസിൽ നിന്ന് വന്നു. അപ്പോൾ ഇന്ത്യയിൽ
സതി എന്നുള്ള സിസ്റ്റം പണ്ടില്ല. അന്ന് വിഡോയ്ക്ക് റീമാരി ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ പണ്ട് നമ്മുടെ വേദിക് ധർമ്മശാസ്ത്ര ആ സമയത്ത് ധർമ്മസൂത്രത്വമൊക്കെ ഭയങ്കരമായിട്ട് സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെന്ന് അറിയുക. സ്ത്രീധനം എന്നുള്ള പ്രോപ്പർട്ടി പണ്ട് സ്ത്രീക്ക്, ആ സ്ത്രീ പോയതിന് ശേഷം ആ സ്ത്രീയുടെ ഡോട്ടേഴ്സിന് കിട്ടണമെന്ന് വരെ പണ്ട് നിയമം ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഇന്ത്യയിൽ വന്നത് പക്ഷേ ഹിന്ദു സ്ത്രീക്ക് കിട്ടി തുടങ്ങിയത് 1956 തൊട്ടാണ്. എന്നിട്ട് അതിൽ 2005 അമെൻമെൻറ്റ് വന്നതിന് ശേഷമാണ് ഈ സാധനം ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെട്ടെന്ന് അറിയുക. അപ്പോൾ പഴയ പൈതൃകം നമ്മൾ നോക്കിയാൽ അത് ആ കസ്റ്റം നമ്മൾ പണ്ടുള്ള കസ്റ്റം അത് സതി പിന്നെ ഇടയ്ക്ക് വന്നതാണെന്ന് അറിയിക്കും. നെക്സ്റ്റ് ഇനി വേറൊന്നുണ്ട്, ദേവദാസി സിസ്റ്റം. ഒരു കുടുംബത്തിൽ ജനിക്കുന്നവരൊക്കെ ദേവദാസിലായിട്ട് പോകണം. അതൊക്കെ എന്താണ്? അല്ലെങ്കിൽ പഴയ ഹിന്ദുക്കളുടെ ഇടയിൽ കസ്റ്റമാണ് പോളിഗമി, എത്ര വേണോ കല്യാണം കഴിക്കാം. പക്ഷേ ഇതെല്ലാം അൺറീസണബിളാണ്. ഏറ്റവും വലിയൊരു എക്സാമ്പിളുണ്ട്. ഒരു റെഡ്ഡിയാർ ക്ലാനിനിടയ്ക്ക്, ഒരു റെഡ്ഡിയാർ ഗ്രൂപ്പിൻ്റെ ഇടയ്ക്ക് ഒരു വ്യക്തിക്ക് അയാളുടെ മകളുടെ മകളെ കല്യാണം കഴിക്കാമായിരുന്നു. അതായത് അപ്പൂപ്പൻ ചെറുമകളെ കല്യാണം കഴിക്കുന്ന ഒരു കസ്റ്റം ഇന്ത്യയിൽ നിലനിന്നിട്ടുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അതൊരു അൺറീസണബിൾ അല്ലേ. അപ്പോൾ ഒരിക്കലും അത് കസ്റ്റം ലോ ആവില്ല. അങ്ങനത്തെ അൺറീസണബിൾ ആയിട്ടുള്ള കസ്റ്റംസ് ഒന്നും കസ്റ്റമല്ല. അപ്പോൾ ഇതാണ് നമ്മൾ കസ്റ്റം എന്തുകൊണ്ട് നമ്മൾ ഫോളോ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ അറിയുക, എല്ലാ കസ്റ്റവും നമ്മൾ ലോയുടെ സാങ്ക്ടിറ്റി കിട്ടില്ല. അത് കിട്ടണമെങ്കിൽ അത് ഒന്ന് ഇമ്മെമ്മോറൽ ആൻറ്റിക്വിറ്റി പ്രൂവ് ചെയ്യണം, 2 കൺസിസ്റ്റൻസി വേണം, സെർട്ടണിറ്റി വേണം, പീസ്ഫുൾ ഒബ്സർവൻസ് ആയിരിക്കണം, മറ്റ് കസ്റ്റംസും മറ്റ് സ്റ്റാറ്റ്യൂട്ട്സുമായിട്ട് കോൺട്രഡിക്ഷൻ വരാൻ പാടില്ല, പിന്നെ റീസണബിൾ ആയിരിക്കണം. എങ്കിൽ അത് വാലിഡായി. ഇനി എന്തുകൊണ്ടാണ് അത് ഒബേ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് 2 ആസ്പെക്റ്റാണ്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവികന്മാർ തുടർന്ന് വന്ന പാത നല്ല പാതയാണെന്നൊരു വിശ്വാസമാണ്. ഫ്രീക്വൻറ്റ് പാത്ത് ഈസ് റിലയബിൾ പാത്ത് എന്നൊരു വിശ്വാസമുണ്ട് നമുക്ക്. ഫ്രീക്വൻ്റായിട്ട് നടന്നു വന്ന പാതയല്ലേ, അപ്പോൾ അത് നല്ല പാതയായിരിക്കും എന്നുള്ളൊരു വിശ്വാസം. അപ്പോൾ അതാണ് ഫ്രീക്വൻറ്റ് പാത്ത് ഈസ് റിലയബിൾ പാത്ത് എന്നാണ് ഒരു തത്വം ഉള്ളതുകൊണ്ടാണ് നമ്മളത് പാലിച്ചു പോകണം. അല്ലാതെ അതിനകത്ത് പണിഷ്മെൻറ്റും ഒന്നുമല്ല. അതിനൊരു മാക്സിമം വയ ട്രീറ്റ വയ ട്യൂട്ട എന്ന് പറഞ്ഞാൽ വഴിയുന്ന വയ ട്രീറ്റ വയ ട്യൂട്ട, ദാറ്റ് ഫ്രീക്വൻറ്റഡ് പാത്ത് ഈസ് റിലയബിൾ പാത്ത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കസ്റ്റത്തിനെ നമ്മൾ പാലിച്ചു വരുന്നത്. പിന്നെ അതുമാത്രമല്ല, വേറൊരു സൈക്കോളജിക്കൽ ഒരു സാധനമുണ്ട്. നമ്മളിങ്ങനെ തുടർന്ന് വന്നത് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം. അപ്പോൾ അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും, നമുക്കത് കിട്ടും. അപ്പോൾ ഇതാണ് കസ്റ്റത്തിൻ്റെ ബൈൻഡിങ് ഫോഴ്സ്. അപ്പോൾ നമ്മൾ ലെജിസ്ലേഷൻ്റെ 2 ലെജിസ്ലേഷൻ്റെ ബൈൻഡിങ് ഫോഴ്സ് അത് നമ്മൾ സാങ്ഷൻ ആണെന്ന് പറഞ്ഞു. രണ്ടാമത് നമ്മൾ കസ്റ്റത്തിന് എന്താണ് അതിൻ്റെ വാട്ട് ഈസ് ദ ബൈൻഡിങ് ഫോഴ്സ് ബിഹൈൻഡ് കസ്റ്റം എന്ന് നോക്കിയിട്ട് അവിടെ സാങ്ഷൻ അല്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ നേരെ പറഞ്ഞത് എന്താണ്, അതിന് ഒരു തത്വമാണ് വയ ട്രീറ്റ വയ ട്യൂട്ട. നെക്സ്റ്റ് അടുത്തത് നമ്മൾ നോക്കേണ്ടത് കോടതിയുടെ വിധി, പ്രീസിഡൻറ്റ്. കോടതിയുടെ വിധി, ജുഡീഷ്യൽ പ്രീസിഡൻറ്റ് എന്താണ്, എന്തുകൊണ്ട് ആളുകൾ ഒബേ ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു കോടതി, ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരു കോടതി പറഞ്ഞാൽ ആ കോടതി പറഞ്ഞത് ഹയർ കോടതിയാണെങ്കിൽ മാറാൻ പറ്റില്ല. അപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ സുപ്രീം കോർട്ട് പറഞ്ഞത് ഹൈക്കോർട്ട് അത് തന്നെ മാറി പറഞ്ഞുകൂടെ, പറയുന്നില്ലല്ലോ. അപ്പോൾ അതെന്തുകൊണ്ട്, അപ്പോൾ അത് നമ്മൾ നോക്കുന്നത് ബൈൻഡിങ് ഫോഴ്സ് ഓഫ് ദി പ്രസിഡൻറ്റിൻ്റെ ബൈൻഡിങ് ഫോഴ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു ഹിസ്റ്റോറിക്കലായിട്ട് നമ്മൾ അക്കാഡമിക്കായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടി വരും. അതെന്താണെന്ന് വെച്ചാൽ പണ്ട് നമ്മുടെ ഇംഗ്ലണ്ടിൽ ലോ ഓഫ് ടോട്ട്സ് എന്നൊരു സിവിൽ റോങ്ങിൻ്റെ കംപ്ലീറ്റ് ലോ ഡെവലപ്പ് ചെയ്ത മൊത്തം അവിടുത്തെ ഇംഗ്ലീഷ് ജഡ്ജസാണ്. അപ്പോൾ അവിടെ റിട്ടൺ ലോ ഇല്ലാത്ത സമയത്ത്, ആക്ട് ഇല്ലാത്ത സമയത്ത്, ജഡ്ജ്മെയ്ഡ് ലോ നിലനിന്ന സമയത്ത് ഒരു ജഡ്ജിൻ്റെ മുന്നിൽ എയും ബിയും കൂടി ഒരു കേസ് കൊണ്ട് കൊടുത്തു, ഫാക്റ്റ്. ആ ജഡ്ജ് പറഞ്ഞതിന് ഒരു വിധി വന്നു. പക്ഷേ ഇത് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇതേ ഫാക്റ്റും കൊണ്ട് വേറെ സിയും ഡിയും പോയപ്പോൾ വേറൊരു ജഡ്ജ് നേരെ കോൺട്രഡിക്ഷൻ പറഞ്ഞു. അപ്പോൾ ഉള്ള പ്രശ്നം ക്ലിയർ അല്ലേ? ഒരേ ഫാക്ട്സ്, ഒരേ ഇഷ്യൂസ്, 2 കോടതി ചെന്നപ്പോൾ 2 തരം വിധി വന്നു. അപ്പോൾ കോടതിയുടെ അടുത്തുള്ള വിശ്വാസം ജനങ്ങൾക്ക് പോയി. ഇംഗ്ലണ്ടിലെ കാര്യം ഞാനിത് ഇംഗ്ലണ്ട് പറയുന്നത് എന്തുകൊണ്ടാണ്, ഞാൻ ആ സമയത്ത് നമ്മുടെ ഈ പ്രസൻറ്റ് ഇന്ത്യൻ സിസ്റ്റം ഇംഗ്ലീഷ് സിസ്റ്റം ആയതുകൊണ്ടാണ് ഇംഗ്ലണ്ടിലെ കാര്യം പറയുന്നത്. അപ്പോൾ ഇംഗ്ലണ്ടിൽ ഇത് വലിയ പ്രശ്നമായി. ഇംഗ്ലണ്ടിൽ ജനങ്ങൾ നോക്കിയപ്പോൾ ജനങ്ങൾക്ക് കോടതിയെ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഒരേ സ്വഭാവമുള്ള കേസിൽ ഡിഫറൻറ്റ് കോൺട്രഡിക്ടറി വിധി. ഒരാൾ വാദിക്ക് അനുകൂലമായിട്ട് വിധിച്ചു, തൊട്ടടുത്ത കേസിൽ വാദി അതും പ്രതീക്ഷിച്ച് പോയപ്പോൾ പ്രതിക്കാൻ, അപ്പോൾ അത് അൺസെറ്റിൽഡായി. അപ്പോൾ ആ സമയത്ത് ഇതിനൊരു പരിഹാരം വേണമല്ലോ. ജനങ്ങളിൽ നിന്ന് ഒരു വിശ്വാസ്യത നേടാൻ വേണ്ടി അവിടുത്തെ ഹയർ കോർട്ട്, ഹൗസ് ഓഫ് ലോർഡ്സ്, ലോവർ കോർട്സിനെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അതങ്ങനെ തന്നെ നിർത്തിക്കണം. അതാണ് ഡോക്ട്രിൻ ഓഫ് സ്റ്റെയർ ഡിസീസസ്. ഡോക്ട്രിൻ ഓഫ് സ്റ്റെയർ ഡിസീസസ്, ലെറ്റ് ഇറ്റ് സ്റ്റാൻഡ് ആസ് ഇറ്റ് ഈസ്. അത് പ്രീവിയസ് ഡിസിഷൻ ഷാൽ നോട്ട് ബി ഡിസ്റ്റർബ്ഡ്. അപ്പോൾ അതാണ് അവിടുത്തെ ആധികാരികത വന്നു തുടങ്ങി. അപ്പോൾ ആ ഒരു തത്വം വന്നപ്പോൾ പ്രീവിയസ് ഡിസിഷൻസ് അങ്ങനെ തന്നെ നിൽക്കട്ടെ. അപ്പോൾ ഒരു കോടതി, പരമോന്നത കോടതി പറഞ്ഞാൽ അത് മാറില്ല. പക്ഷേ അതിനുള്ള വേറൊരു പ്രശ്നം പറഞ്ഞാൽ വീണ്ടും അവിടെ ഒരു പ്രശ്നം ഉണ്ടായി. കാരണം 100 വർഷം കഴിഞ്ഞിട്ടും ഇംഗ്ലീഷ് കോടതിയിലെ ജഡ്ജസ് ഹയർ കോടതി പറഞ്ഞു എന്ന് പറഞ്ഞ് പാലിച്ചു വന്നു. അപ്പോൾ വീണ്ടും ജനങ്ങൾ തിരിഞ്ഞു. ജനങ്ങൾക്ക് കാരണം ജഡ്ജിൻ്റെ ജോലി എന്താണ്, കാലോചിതമായിട്ട് വിധി കാലത്തിനനുസൃതമായിട്ട് മാറ്റണമെന്നാണല്ലോ ജഡ്ജിൻ്റെ റോള്. അപ്പോൾ ജഡ്ജിന് എപ്പോഴും ഒരു സോഷ്യൽ റോള് തന്നെ ഉണ്ട്, ഒരു സൊസൈറ്റൽ റോൾ ജഡ്ജിനുണ്ട്. അപ്പോൾ ജഡ്ജിൻ്റെ റോള് നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ നിസ്സാരമല്ല. സമൂഹത്തിനനുസരിച്ച് ലോ മാറ്റിയില്ലെങ്കിൽ പ്രശ്നമാണ്. അതിനൊരു എക്സാമ്പിൾ ഞാൻ US ഒരു കേസ് കോട്ട് ചെയ്ത് പറഞ്ഞുതരാം.
ഒരു ഡ്രെഡ് സ്കോട്ട് എന്നൊരു കേസുണ്ട് 1857 യു എസിൽ നടന്നൊരു ഡ്രെഡ് സ്കോട്ട്, ഫേമസ് എന്നല്ല നൊട്ടോറിയസ് എന്ന് വേണ്ടി പറയേണ്ടി വരും. ഡ്രെഡ് സ്കോട്ട് കേസിനകത്ത് ജസ്റ്റിസ് റോജർ ടാനി, അപ്പോൾ പുള്ളിയുടെ മുമ്പിൽ ഒരു കേസ് വന്നപ്പോൾ അതിൻ്റെ ഫാക്റ്റ് ഇത്രയേ ഉള്ളൂ. ഭരണഘടന ഡ്രാഫ്റ്റ് ചെയ്ത സമയത്ത് യു എസിൽ ഭരണഘടന വന്ന സമയത്ത് സിറ്റിസൺസിന് മാത്രമേ യു എസ് സുപ്രീം കോർട്ടിൽ റിട്ട് ഫയൽ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അന്നത്തെ ആ ഭരണഘടന ഡ്രാഫ്റ്റ് ചെയ്ത സമയത്ത് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ വർണ്ണവിവേചനം, അപ്പാർത്തീഡും ആ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ വ്യത്യാസമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഞാനിത് 1857 പറയുന്നു. ഈ പറഞ്ഞ ദിവസവും നമ്മൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഇഷ്യൂ അമേരിക്കയിൽ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക, ഒരു ബ്ലാക്കും വൈറ്റും തമ്മിലുള്ള റിഫ്റ്റ്. അപ്പോൾ ഇത് വർഷങ്ങൾക്ക് മുമ്പ് യു എസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്ത സമയത്ത് സിറ്റിസൺ എന്നുള്ള വാക്കിൽ ബ്ലാക്സ് വരില്ല. അപ്പോൾ അന്ന് അത് ശരിയായിരിക്കും, കാരണം അന്ന് വർണ്ണവിവേചനം ഉള്ളതുകൊണ്ട് ബ്ലാക്സ് വരില്ല. പക്ഷേ അവിടെ കാലം മാറി, ജനങ്ങൾ പോലും ഈ അപ്പാർത്തീഡിനെതിരെ നല്ലോണം ചിന്തിച്ചു തുടങ്ങി. ആ ബ്ലാക്കും വൈറ്റും തമ്മിലുള്ള വ്യത്യാസം പോയതിന് ശേഷം ഞാനിപ്പോൾ ഈ പറഞ്ഞ ഡ്രെഡ് സ്കോട്ട് കേസിനകത്ത് ഒരു ബ്ലാക്ക് കൊടുത്ത അല്ലെങ്കിൽ നീഗ്രോ കൊടുത്തൊരു കേസ് തള്ളിയിട്ട് അവിടെ അന്നത്തെ ജഡ്ജ് പറഞ്ഞു, ഭരണഘടനയുടെ കർത്താക്കളുടെ ഉദ്ദേശം വേണം നടത്തിയെടുക്കേണ്ടത്. അന്ന് ഭരണഘടനാ കർത്താക്കൾക്ക് സുപ്രീം കോർട്ടിൽ വരാൻ സിറ്റിസൺ എന്നുള്ള കാഴ്ചപ്പാടിൽ ആരെ കണ്ടിട്ടില്ല കേസ് തള്ളി. ഈ ഒരു കേസ് തള്ളിയതുകൊണ്ട് മാത്രമാണ് അമേരിക്കയിൽ അതിനകത്തൊരു സിവിൽ വാർ പോലും വന്നുപെട്ടു. അപ്പോൾ നിങ്ങളത് അറിയുക, ജഡ്ജസ് ലോ മാറ്റേണ്ടത് തന്നെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ മാറ്റിയില്ലെങ്കിൽ അപ്പോൾ ആ മാറ്റം അത് ഇത് അമേരിക്കക്കാർ ഇത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇംഗ്ലീഷ് കോടതി ഉൾക്കൊണ്ടിട്ട് പറഞ്ഞു, ഹൗസ് ഓഫ് ലോർഡ്സ് അപ്പോൾ മനസ്സിലായി. അപ്പോൾ ലോ സ്റ്റാഗ്നൻ്റായി റിജിഡായി. അപ്പോൾ ഹൗസ് ഓഫ് ലോർഡ്സ് തന്നെ വീണ്ടും എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു, അന്ന് നിങ്ങളുടെ അടുത്തെല്ലാം നമ്മൾ പറഞ്ഞത്, നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ മാറരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ, നമുക്ക് വേണമെങ്കിൽ മാറാം. അപ്പം എൻ്റെ അർത്ഥം പരമോന്നത കോടതിക്ക് വേണമെങ്കിൽ അത് മാറിപ്പറയാം. അപ്പോൾ അതാണ് ഒരു അപ്പോൾ ഇതിപ്പോൾ ഇനി നമ്മൾ നേരെ ഇന്ത്യയിലോട്ട് വരാം. അപ്പോൾ ഇന്ത്യയിൽ ഈ പറഞ്ഞ ഡോക്ടർ ഓഫ് സ്റ്റേ ഡിസീസസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും അറിയാമല്ലോ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ BR അംബേദ്കറും ടീമും എല്ലാം കൂടെ ഏറ്റവും നല്ല പ്രൊവിഷൻസ് മൊത്തം ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 141 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 141 എടുത്ത് പറയുന്നുണ്ട്, ലോ ഡിക്ലെയർഡ് ബൈ സുപ്രീം കോർട്ട് ഈസ് ബൈൻഡിങ് ഓൺ ഓൾ കോർട്ട്സ് ഇൻ ഇന്ത്യ. കണ്ടില്ലേ, അപ്പോൾ ഇന്ത്യയിലെ ഒരു സുപ്രീം കോർട്ടിൻ്റെ വിധി എല്ലാ ലോവർ കോർട്ടിലും ബൈൻഡിങ് ആണെന്ന് ഭരണഘടന തന്നെ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട്, ഒരിക്കൽ പറഞ്ഞാൽ മാറാമോ? അപ്പോൾ അതും നമ്മുടെ സുപ്രീം കോർട്ടിലൊരു കേസിൽ ഒരു ബംഗാൾ ഇമ്മ്യൂണിറ്റി കേസ് എന്നിട്ട് കേസിനകത്ത് വന്നപ്പോൾ സുപ്രീം കോർട്ട് പറഞ്ഞു, ഭരണഘടനയിൽ പറഞ്ഞ വിധി മാറരുത് എന്നെവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ നത്തിങ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിവെൻറ്റ്സ് ദ ജുഡീഷ്യറി ഫ്രം ഡീവിയേറ്റിംഗ് ഓർ ഡിപ്പാർട്ടിംഗ് ഫ്രം ഇറ്റ്സ് പ്രീവിയസ് സ്റ്റേറ്റ്മെൻറ്റ് എന്നതിൻ്റെ അർത്ഥം ഇംഗ്ലണ്ടിലെ പോലെ തന്നെ ഇന്ത്യയിൽ പറഞ്ഞ വിധി മാറി പറയാമെന്നും സെറ്റിൽഡായി. അപ്പോൾ ഇതാണ് ഡോക്ട്രിൻ ഓഫ് സ്റ്റേ ഡിസീസസ് എന്നുള്ള കോൺസെപ്റ്റ്. അപ്പോൾ ഡോക്ട്രിൻ ഓഫ് സ്റ്റേ ഡിസീസ് വന്നതിന് ശേഷമാണ് ഇന്ത്യയിൽ പ്രീസിഡൻസിന് വില വന്നു തുടങ്ങിയത്. പക്ഷേ അതിന് കുറേ എക്സെപ്ഷൻസ് കൊണ്ട് ഞാൻ അതും കൂടെ ഡീൽ ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു പോയിന്റ് വരും, ഇന്ത്യയിൽ ഒരു സുപ്രീം കോർട്ട് പരമോന്നത സുപ്രീം കോർട്ട് ഒരു ഡിസിഷൻ ഇറക്കിയാൽ അത് ഇന്ത്യയിലുള്ള എല്ലാ സുപ്രീം കോർട്ടിനും പിന്നുള്ള ജഡ്ജസിനും അല്ലെങ്കിൽ പിന്നെ ലാർജർ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ അതുവരെ ഈ വിധി ബൈൻഡിങ് ആണ്, അത് സുപ്രീം കോർട്ടിനാവട്ടെ കീഴ്ക്കോടതിക്കാവട്ടെ. പക്ഷേ ഇതിനകത്ത് കുറേ എക്സെപ്ഷൻസ് ഉണ്ട്. എല്ലാം ആ സ്റ്റേ ഡിസീസ് ഡോക്ട്രിൻ ഇന്ത്യയിൽ സ്ട്രിക്റ്റ് അല്ല, കുറച്ച് ഡൈല്യൂഷൻസ് ഉണ്ട്. ചില കാര്യങ്ങൾക്ക് കേൾക്കണമെന്നില്ല. അതിൻ്റെ എക്സാമ്പിൾ ഒരു എക്സെപ്ഷനാണ് ഞാൻ പറഞ്ഞല്ലോ, വിധി ഇറക്കിയ കോടതിക്കോ ലാർജർ ബെഞ്ചിനോ ഇത് മാറ്റി പറയാം, അതാണ് ഓവർ റൂളിങ്. അപ്പോൾ ഡോക്ടർ ഓഫ് സ്റ്റേ ഡിസീസിൻ്റെ എക്സെപ്ഷൻസ് പറഞ്ഞു പോവുക, ഓവർ റൂൾ ചെയ്യാം. അപ്പോൾ അതിന് ഒരുപാട് കേസസ് ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മുടെ ഭരണഘടന പ്രകാരം റൈറ്റ് ടു ഡൈ ഉണ്ടെന്നും റൈറ്റ് ടു ഡൈ ഉള്ളതുകൊണ്ട് ആത്മഹത്യാ ശ്രമത്തിന് കേസ് എടുക്കരുത് എന്ന് പറഞ്ഞ് ഇന്ത്യൻ സുപ്രീം കോർട്ട് രത്നം കേസിൽ പറഞ്ഞു. പക്ഷേ ഉടൻ തന്നെ അടുത്ത കേസിൽ മാറി പറഞ്ഞു, ഇന്ത്യൻ ഭരണഘടനയിൽ റൈറ്റ് ടു ഡൈ ഇല്ല, റൈറ്റ് ടു ലൈഫേ ഉള്ളതെന്ന് പറഞ്ഞ് ഓവർ റൂൾ ചെയ്തു. ഒരുപാട് ഓവർ റൂളിംഗ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഓവർ റൂളിംഗ് മനസ്സിലാക്കുക, പരമോന്നത കോടതി പറഞ്ഞ കോടതി മാറ്റി പറഞ്ഞു. നെക്സ്റ്റ് അടുത്ത വേറൊരു തരം ഒരു ഓവർ റൂളിംഗ് കൂടെ ഉണ്ട്, അതിൻ്റെ പേര് പ്രോസ്പെക്റ്റീവ് ഓവർ റൂളിംഗ് എന്ന്. പ്രോസ്പെക്റ്റീവ് ഓവർ റൂളിംഗ്, അപ്പോൾ മുൻകാല പ്രാബല്യമല്ല, റെട്രോസ്പെക്റ്റീവ് ആണെങ്കിലാണ് മുൻകാല. അപ്പോൾ പ്രോസ്പെക്റ്റീവ് മീൻസ് ഫ്യൂച്ചർ. അതും ആ ഒരു തിയറി ഉണ്ട്. അത് ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് കാർഡോസോയുടെ യു എസിലെ ഏറ്റവും പ്രഗത്ഭനായ, ഇപ്പം നമ്മൾ ഓരോ രാജ്യത്തെടുക്കുമ്പോൾ കുറേ പ്രഗത്ഭന്മാരുണ്ട്. ഇപ്പം നമ്മൾ ഇംഗ്ലണ്ടിലെ ഡിസിഷൻസ് എടുത്ത് നോക്കുമ്പോൾ മാൻസ്ഫീൽഡ്, കോക്ക്, അങ്ങനെ ലോർഡ് ഡെന്നിങ്, അങ്ങനെയുള്ള കുറേ പേരുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നമ്മളിപ്പോൾ എടുത്ത് നോക്കിയാൽ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ, PN ഭഗവതി, ഖന്ന, അങ്ങനെ കുറേ ജഡ്ജസ് ഉണ്ട്. ഇപ്പോഴും ചന്ദ്രചൂഡ്, കുറേ പേരുണ്ട്. അപ്പോൾ ഇതേപോലെ യു എസിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള 1-2 ജഡ്ജസാണ്. ഒന്ന് ചീഫ് മാർഷൽ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാർഡോസോ. അപ്പോൾ ഇവരെല്ലാം, അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ വിദേശ ജഡ്ജസിൻ്റെ പേര്, ഇവരുടെയൊക്കെ പല കോൺട്രിബ്യൂഷൻസും ഇന്ത്യയിൽ നമ്മൾ ജഡ്ജസ് കോട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, അപ്പോൾ ഇതാണ് എക്സെപ്ഷൻ നമ്പർ 1, ഓവർ റൂൾ ചെയ്യാം. പക്ഷേ അവിടെയും ലോ പറയുന്നുണ്ട്, ഭയങ്കര അത്യാവശ്യ കമ്പലിംഗ് സർക്കംസ്റ്റാൻസസിൽ മാത്രമേ ഓവർ റൂൾ ചെയ്യാവൂ. അല്ലെങ്കിലുള്ള പ്രശ്നം എന്താണ്, ഓവർ റൂൾ ചെയ്യാൻ പെർമിറ്റ് ചെയ്താൽ ഓരോ ജഡ്ജ് മാറുമ്പോഴും അപ്പോൾ അത് പറ്റില്ല. ഓവർ റൂൾ ചെയ്യണമെങ്കിൽ അത് കമ്പലിംഗ് സർക്കംസ്റ്റാൻസസ്, അപ്പോൾ ഒരു വിധി കോടതി, പരമോന്നത കോടതിയുടെ വിധി കമ്പലിംഗ് സിറ്റുവേഷനിൽ ആ കോടതിക്ക് മാറാം. 2,
പറഞ്ഞാണ് എന്താണ് രണ്ടാമത്തെ കാര്യം പറഞ്ഞത് പ്രോസ്പെക്റ്റീവ് ഓവർ റൂളിംഗ്. അത് വന്നത് എവിടെയാണെന്ന് പറയാൻ തുടങ്ങിയത് അത് US നിന്ന് കാർഡോസോ പറഞ്ഞ ഒരു ഗ്രേറ്റ് നോർത്തേൺ റെയിൽവേ കേസിൻ്റെ സൺബേസ്റ്റ് ഓയിൽ റിഫൈനിങ് കമ്പനി വേഴ്സസ് ഗ്രേറ്റ് നോർത്തേൺ റെയിൽവേ. ആ കേസിനകത്ത് കാർഡോസോ പറഞ്ഞു നമ്മളിപ്പോൾ ജഡ്ജായിട്ട് ഇരിക്കുന്നു, ഈ കേസിൽ നമുക്ക് പഴയ മണ്ടത്തരമാണെന്ന് മനസ്സിലായി, പക്ഷേ നമ്മൾ ഈ കേസിൽ നമ്മൾ മാറുന്നു. പക്ഷേ ഈ മാറ്റം വിധി ഈ കേസ് വിധി വന്നതിന് ശേഷമുള്ള പുതിയ കേസസിൽ മാത്രമേ മാറിയ വിധി വരൂ എന്ന് പറയുന്നതിൻ്റെ പേരാണ് പ്രോസ്പെക്റ്റീവ് ഓവർ റൂളിംഗ്. ഇനി മൂന്നാമതൊരു കാര്യം, ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഒരു ജഡ്ജ്മെൻറ്റ് നിങ്ങൾ എടുത്ത് നോക്കണം. ഒരു ജഡ്ജ്മെൻറ്റ് 10, 500, 600 പേജൊക്കെ ഉണ്ട്. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞ ആ 500 പേജ് ജഡ്ജ്മെൻറ്റും കീഴ്ക്കോടതിയിൽ കേൾക്കണമെന്നല്ല എൻ്റെ അർത്ഥം. ആ ജഡ്ജ്മെൻറ്റ് വായിച്ചിട്ട് ആ ജഡ്ജ്മെൻറ്റിനകത്തുള്ള ഭാഗത്തിനെ രണ്ടായിട്ട് തരംതിരിക്കണം. ഈ ജഡ്ജ്മെൻറ്റിലെ ഡിസിഷൻ ഇറങ്ങാനുള്ള റീസൺ ഓഫ് ദ ഡിസിഷൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ റേഷ്യോ ഡെസിഡൻറ്റി എന്നാണ് വിളിക്കുന്നത്. റേഷ്യോ ഡെസിഡൻറ്റി. അപ്പോൾ റേഷ്യോ ഡെസിഡൻറ്റ് പോയിന്റില്ല. അപ്പോൾ ഒരു ജഡ്ജ്മെൻറ്റിൽ അന്തിമ വിധി ആ ലാസ്റ്റ് ഡിസിഷനിൽ എത്തിച്ചേരാനൊരു കാരണം അതിനകത്ത് എവിടെയോ ഉണ്ട്. ആ കാരണം കണ്ടുപിടിച്ച് അതിനെ അപ്ലൈ ചെയ്യണം. അതിൻ്റെ പേരാണ് റേഷ്യോ ഡെസിഡൻറ്റി. കൂടെ ചിലപ്പോൾ തമാശയോ കാഷ്വൽ കമൻസോ ഒക്കെ ജഡ്ജസ് പറയുന്നതിനെല്ലാം ഒബിറ്റർ ഡിക്റ്റ, എ കാഷ്വൽ കമൻറ്റ്, എ ചാൻസ് റിമാർക്കായിട്ട് കേൾക്കണമെന്നില്ല. അപ്പോൾ അതാണ് ഒരു പോയിന്റ്. പിന്നെ നിങ്ങൾ അതിനകത്തൊരു കാര്യം അറിയുക, വർഷങ്ങൾക്ക് മുമ്പ് ചില ജഡ്ജസ് ഏതെങ്കിലും ഒരു വിധിക്കകത്തിരുന്ന് ചാൻസ് റിമാർക്സ് അല്ലെങ്കിൽ കാഷ്വൽ കമൻ്റ് അടിച്ച് അന്ന് ഒബിറ്റർ ഡിക്റ്റാന്ന് നമ്മൾ പറഞ്ഞ് തള്ളിക്കളഞ്ഞത് പലതും പിൽക്കാലത്ത് പല കേസിലെയും റേഷ്യോ ഡെസിഡൻറ്റി ആയിട്ട് മാറിക്കഴിഞ്ഞു. അടുത്ത ഒരു എക്സെപ്ഷനാണ് പറയാൻ പോകുന്നത്. അത് നമ്മൾ പെർ ഇൻക്യൂരിയം ഡിസിഷൻ എന്നാണ് പറയുന്നത്. അതിപ്പോൾ സാധാരണ നമ്മളിപ്പോൾ ഒരു ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കിയാൽ ആ ആക്ടിനെ വിസ്മരിച്ചുകൊണ്ട് ഒരിക്കലും നമ്മുടെ സുപ്രീം കോർട്ടിന് ഒരു ഡിസിഷൻ ഇറക്കാൻ പറ്റും. പെർ ഇൻക്യൂരിയം, അത് ഇറോണിയസ്ലി ഡിസൈഡ് ഓർ ഇൻ ഇഗ്നോറൻസ് ഓഫ് ആൻ എക്സിസ്റ്റിംഗ് സ്റ്റാറ്റ്യൂട്ട്. അപ്പോൾ ആ വിധിയല്ല. അതൊക്കെ ഇനി വേറൊന്നും കൂടെ ഉണ്ട്. ഒരു കോടതിയിൽ ഒരു കേസ് പോകുമ്പോൾ ആ കേസിൽ ഒരു പോയിൻ്റ് ഇഷ്യൂ റേസ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ആർഗ്യുമെൻ്റ് നടത്തി വന്ന വിധി മാത്രമേ വിധിയാവുള്ളൂ. അപ്പോൾ ചില സമയത്ത് കോടതി എന്തെങ്കിലും കയറി ഒരു കാര്യം പറഞ്ഞാൽ അതിന് നമ്മൾ സബ് സൈലൻഷ്യോ ഡിസിഷൻ എന്നാണ് ലീഗലി പറഞ്ഞത്. സബ് സൈലൻഷ്യോ ഡിസിഷൻ, അതും നമ്മൾ മാനിക്കേണ്ട. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ആ ഡോക്ട്രിൻ ഓഫ് സ്റ്റേ ഡിസീസിൻ്റെ അപ്പോൾ ജഡ്ജസിൻ്റെ വലിയ തീരുമാനം. അപ്പോൾ എന്തുകൊണ്ടാണ് ജഡ്ജിൻ്റെ ജഡ്ജ്മെൻറ്റ് ലോ അല്ലെങ്കിൽ പ്രീസിഡൻറ്റ് ബൈൻഡിങ് ആണെന്നുള്ളതിൻ്റെ ഒരു റീസണാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതിൻ്റെ ഒരു ഡോക്ട്രിനാണ് ഡോക്ട്രിൻ ഓഫ് സ്റ്റെയർ ഡിസീസസ്. അപ്പോൾ ഒരു പരമോന്നത കോടതി ഒരു വിധി പറഞ്ഞാൽ പിന്നെ വരുന്ന ജഡ്ജസും കീഴ്ക്കോടതികളും എന്തുകൊണ്ട് കേൾക്കുന്നു എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വേർഷനാണ് ഡോക്ട്രിൻ ഓഫ് സ്റ്റെയർ ഡിസീസസ്. അതിൻ്റെ ഇന്ത്യൻ ആപ്ലിക്കേഷനാണ് ആർട്ടിക്കിൾ 141. ലോ ഡിക്ലെയർഡ് ബൈ സുപ്രീം കോർട്ട് ഈസ് ബൈൻഡിങ് ഓൺ ഓൾ കോർട്ട്സ് ഇൻ ഇന്ത്യ. അപ്പോൾ അടുത്ത ചോദ്യം മാറിക്കൂടെ എന്നൊരു ചോദ്യമുണ്ട്. മാറാം. അപ്പോൾ അതെല്ലാം അല്ലെങ്കിൽ കേൾക്കണ്ട, അതിനുള്ള എക്സെപ്ഷനാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ആ വിധി ഓവർ റൂൾ ചെയ്യപ്പെട്ടാൽ കേൾക്കണ്ട, അല്ലെങ്കിൽ കോടതിക്ക് തന്നെ പ്രോസ്പെക്റ്റീവ് ഓവർ റൂളിങ് ചെയ്യാം, അല്ലെങ്കിൽ അതിനകത്തുള്ള റേഷ്യോ ഡെസിഡൻറ്റി മാത്രമേ നമ്മൾ പാലിക്കേണ്ടുള്ളൂ, ഒബിറ്റർ ഡിക്റ്റ കളയാം. ഇല്ലെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് ലോയുടെ ഇഗ്നോറൻസിലോ അതിന് കോൺഫ്ലിക്റ്റിങ്ങിൽ ഇറക്കുന്ന വിധി പെർ ഇൻക്വീരിയമായിട്ട് നമുക്ക് കളയാം. അല്ലെങ്കിൽ ഒരു റേസ് ചെയ്യാതെ ഒരു പോയിന്റ് കോടതിയിൽ റേസ് ചെയ്യാതെ ആർഗ്യൂ ചെയ്യപ്പെടാത്ത ഒരു സാധനത്തിൻ്റെ മുകളിൽ പറയുന്നത് സബ്സിലൻഷ്യോ ഡിസിഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് ബൈൻഡിങ് ഫോഴ്സ്. തീർന്നില്ല, ഒരു ബൈൻഡിങ് ഫോഴ്സും കൂടെ ഉണ്ട്. കോടതി ഒരു വിധി ഇറക്കി, പ്രത്യേകിച്ചും കോടതി പറഞ്ഞിട്ട് ആ കോടതിയുടെ വിധിയെ ചെയ്യാതിരുന്നാൽ അതൊരു കണ്ടംപ്റ്റ് എന്നൊരു പ്രൊവിഷൻ ഉണ്ട്, സിവിൽ കണ്ടംപ്റ്റ്. ഇപ്പോൾ ഡീറ്റെയിൽ പറയുന്നില്ല, നിങ്ങൾ അറിയുക. അപ്പോൾ കണ്ടംപ്റ്റ് കേസും കൂടെ എടുക്കുക. അപ്പോൾ അവിടെ പണിഷ്മെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഡോക്ട്രിൻ ഓഫ് സ്റ്റേ ഡിസീസ് ഉള്ളതുകൊണ്ടാണ് കോടതിയുടെ വിധി മാനിച്ചു പോകുന്നത്. പക്ഷേ മറ്റു മേഖലയിലുള്ള എക്സിക്യൂട്ടീവും ബാക്കിയുള്ള സാധാരണക്കാരും ഇത് പാലിച്ചില്ലെങ്കിൽ കണ്ടംപ്റ്റ് കേസ് എടുത്ത് ശിക്ഷ. അപ്പോൾ കണ്ടംപ്റ്റ് ഓഫ് പ്രൊസീഡിങ്സും കോടതിയുടെ വിധിയുടെ ഒരു ആധികാരികതയുടെ സൈഡിലുള്ള സാധനമാണെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത ഒരു ചോദ്യം, നമ്മൾ പറഞ്ഞല്ലോ ഇൻ്റർനാഷണൽ കൺവെൻഷൻസും നമ്മൾ മാനിക്കുന്നുണ്ടല്ലോ, അതെന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ഉത്തരം വേറൊന്നുമില്ല. അത് ഗ്രീക്ക്, റോമൻ, പക്ഷേ ഇൻ്റർനാഷണൽ ലോ തന്നെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നത്. കാരണം പണ്ട് നമ്മൾ ദൂതന്മാരെ വിടുമല്ലോ, പഴയ രാജാക്കന്മാർ ദൂതന്മാരെ വിടുമ്പോൾ ആ ദൂതന്മാർക്ക് പരിരക്ഷയുണ്ട്. അതേ ദൂതന്മാരുടെ പരിരക്ഷയാണ് ഇപ്പം നമ്മൾ അംബാസഡേഴ്സിന് കിട്ടുന്നത്. അപ്പോൾ ഇൻ്റർനാഷണൽ ലോയും ഇപ്പോൾ അത് ആദ്യത്തെ സെഷനിൽ പറഞ്ഞതാണ്, രാമായണവും മഹാഭാരതത്തിലൊക്കെ ഇതുണ്ട്. അപ്പോൾ ഇത് തിരിച്ച് നമ്മൾ എന്തായാലും ഇൻ്റർനാഷണൽ ലോ നമ്മളിപ്പോൾ ഒബേ ചെയ്യുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പഴയ അത് ഗ്രീക്ക് റോമൻ ഒരു ഫിലോസഫിയിൽ അവർ പറഞ്ഞു സിറ്റി സ്റ്റേറ്റ്സ് തമ്മിൽ കരാർ വെക്കണമെന്നില്ല, പക്ഷേ വെച്ചാൽ മാന്യമായിട്ട് പാലിക്കണം, ഒരു ജെൻറ്റിൽമാൻസ് പ്രോമിസ്. അപ്പോൾ ഇൻ്റർനാഷണൽ ലോയുടെ എന്തുകൊണ്ടാണ് ഇൻ്റർനാഷണൽ ലോ ഇസ് ബൈൻഡിങ് എന്നുള്ളതിന് അതൊരു തത്വമുണ്ട്. അത് തന്നെ വേറൊന്നുമില്ല. നമ്മൾ ഒരു ജെൻറ്റിൽമാൻസ് എഗ്രിമെൻറ്റ്, നമ്മൾ ഒരാളുമായിട്ട് എഗ്രിമെൻറ്റ് വയ്ക്കുന്നു. അപ്പോൾ അത് ഗുഡ് ഫെയ്ത്തിൽ നമ്മൾ എന്ത് ചെയ്തോണം, പാലിച്ചോണം. അതിനൊരു മാക്സിമം ഉണ്ട്. പാക്റ്റ സൺ സെർവാണ്ട. പാക്റ്റ മീൻസ് ഉടമ്പടി. ഇപ്പോൾ ഗാന്ധി ഇർവിൻ പാക്റ്റ് എന്ന്. അപ്പോൾ പാക്റ്റിൻ്റെ ലാറ്റിൻ വാക്കിൽ പാക്റ്റ് എഗ്രിമെൻറ്റ്. അപ്പോൾ പാക്റ്റ സൺ സെർവാണ്ട മീൻസ് treaties must be obeyed in good faith.
ഒബൈഡ് ഇൻ ഗുഡ് ഫെയ്ത്ത്. അപ്പോൾ കുറേ നാൾ നമ്മുടെ ഇൻ്റർനാഷണൽ ലോയിൽ രാജ്യങ്ങൾ ഈ ഒരു മാന്യതയുടെ പേരിൽ ഈ ഒരു തത്വം ബേസ് ചെയ്തിട്ടാണ് കരാർ വെച്ചാൽ കരാർ പാലിച്ചു പോകും. പക്ഷേ ഇപ്പോൾ കാലം മാറിയപ്പോൾ ഈ ഒരു മാന്യതയുടെ ഒരു എലമെൻറ്റ് കുറഞ്ഞതിന് ശേഷം വേറൊരു ഇതല്ല ബൈൻഡിങ് ഫോഴ്സ്. അപ്പോൾ ഇന്ത്യ ഒരു അന്താരാഷ്ട്ര ഉടമ്പടി വെച്ചിട്ട് ചെയ്യാതിരുന്നാൽ എല്ലാവരും ലോക രാജ്യങ്ങൾക്കും കൂടെ ഒരുമിച്ച് നിന്നിട്ട് ഇന്ത്യയെ ഒറ്റപ്പെടുത്താം. അപ്പോൾ അതൊരു സാങ്ഷൻ തന്നെയാണ്. അതിന് എക്സാമ്പിളാണ് എക്കണോമിക് സാങ്ഷൻ, സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയാൽ ഇന്ത്യ ഭയന്ന് ചെയ്യും. അപ്പോൾ ഇപ്പോൾ പഴയ പോലെ പാക്ടാ സണ്ട് സെർവാണ്ട എന്നുള്ള തത്വത്തിൽ മാത്രമല്ല ഇൻ്റർനാഷണൽ ലോ ഉപയോഗപ്പെടുന്നത്. ഇൻ്റർനാഷണൽ ലോയിൽ ഒരു എലമെൻറ്റ് ഓഫ് സാങ്ഷൻ അല്ലെങ്കിൽ ഒരു പണിഷ്മെൻറ്റിൻ്റെ എലമെൻ്റ് ഉണ്ട്. അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് എക്കണോമിക്, സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി നമുക്ക് പേടിപ്പിക്കാം. അതും ഡയറക്റ്റ്ലി പറ്റില്ല. അത് വേറെ ഞാൻ അടുത്ത ഒരു ഇൻ്റർനാഷണൽ ലോ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ ആ പേപ്പറിൽ പറഞ്ഞുതരാം. അത് UN സെക്യൂരിറ്റി കൗൺസിൽ വഴിയൊക്കെ ചെയ്യുന്നത് ഡയറക്റ്റ്ലി പറ്റില്ല. UN സെക്യൂരിറ്റി കൗൺസിൽ വഴിയൊക്കെ വന്നിട്ട് കുറേ സാങ്ഷൻസ് ഏർപ്പെടുത്താം. അതും തീർന്നു. ഇനി ലാസ്റ്റ് സോഴ്സാണ് പറയാൻ പോകുന്നു. അത് ഇന്ത്യയിൽ പറഞ്ഞല്ലോ ശരിയത്ത് ലോയുടെ ആപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് ശരിയത്ത് ലോ ഈസ് ബേസ്ഡ് ഓൺ ഖുർആൻ. അപ്പോൾ ആ വിൽ ഓഫ് ദ ഗോഡ് നമ്മൾ ലോ ആക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാതെ കൊണ്ടുവന്നത്. ബിക്കോസ് ഇവിടെ നമ്മൾ ഒരു സെക്യുലർ രാജ്യമാണ്, യൂണിഫോം സിവിൽ കോഡ് വരാത്തത് കൊണ്ട് നമ്മൾ എന്താണ് ആ ഒരു വിൽ ഓഫ് ഗോഡും കൂടെ നമ്മൾ ഇതിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ യൂണിറ്റിൽ നമ്മൾ നോക്കിയത് ജൂറിസ്പ്രുഡൻസിൻ്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ലോ നോക്കി, വാട്ട് ആർ ദ സോഴ്സ് ഓഫ് ലോ. ഇവിടെ നമ്മൾ നോക്കിയത് വൈ ലോ ഈസ് ബൈൻഡിങ്, അല്ലെങ്കിൽ വാട്ട് മേക്സ് ദ ലോ ബൈൻഡിങ്. അപ്പോൾ അവിടെ നമ്മൾ അതിനെ ആദ്യം രണ്ട് കാറ്റഗറൈസ് ചെയ്തു, ഡിഫറെൻറ്റ് സോഴ്സസ് ആൻഡ് ദെയർ ഫോഴ്സസ്. അപ്പോൾ ഈ യൂണിറ്റിൽ നമ്മൾ ഫോഴ്സസും അതിൻ്റെ സോഴ്സസും അതിൻ്റെ ഫോഴ്സസുമാണ് നോക്കിയത്. ഒന്നുകൂടെ റീക്യാപ്പ് ചെയ്ത് തരാം. ലെജിസ്ലേച്ചർ ഇറക്കി അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഇറക്കിയ വിധിയുടെ ബൈൻഡിങ് ഫോഴ്സ് സാങ്ഷൻസ് ആണ്. ഇനി കസ്റ്റത്തിൻ്റെ ബേസ് സാങ്ഷൻ അല്ല, വയാ ട്രീറ്റ വയാ ട്യൂട്ടെ അങ്ങനെയുള്ള ഒരു സൈക്കോളജിക്കൽ സാധനമാണ്. ഇനി അടുത്തത് കോടതി വിധി എന്തുകൊണ്ട് നമ്മൾ പാലിക്കുന്നു എന്ന് വെച്ചാൽ കോടതിയുടെ വിധി കോടതി പാലിക്കുന്നതിൻ്റെ പേരാണ് ഡോക്ട്രിൻ ഓഫ് സ്റ്റേ ഡിസീസസ്, അല്ലെങ്കിൽ ഇന്ത്യയിലോട്ട് വന്നാൽ ആർട്ടിക്കിൾ 141 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി അത് കണ്ടംപ്റ്റ് കൊണ്ട് ഓക്കെ. പിന്നെ ലാസ്റ്റ് വൺ നമ്മൾ പറഞ്ഞ ഇൻ്റർനാഷണൽ ലോ എന്തുകൊണ്ടാണ് ബൈൻഡിങ് എന്ന് ചോദിച്ചാൽ അത് പഴയ ഒരു തത്വം പാക്ടാ സണ്ട് സെർവാണ്ട എന്ന് ട്രീറ്റീസ് മസ്റ്റ് ബി ഒബൈഡ് ഇൻ ഗുഡ് ഫെയ്ത്ത്. പക്ഷേ ഇപ്പം നമ്മൾ അവിടെയും എക്കണോമിക് സാങ്ഷൻസ് ഉണ്ട്. പിന്നെ ദൈവവചനം അല്ലെങ്കിൽ വിൽ ഓഫ് ദ ഗോഡ് ലോ നമ്മൾ നോക്കുന്നത്. അതൊരു എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു കൾച്ചർ ഉള്ളതുകൊണ്ട് നമ്മളതിനെ ഡിസ്റ്റർബ് ചെയ്യാതെ പോകുന്നു. അപ്പോൾ ഇതാണ് ആ യൂണിറ്റ്. ഇനി നമ്മൾ ഇതിനകത്തുള്ള ഒരു യൂണിറ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ജൂറിസ്പ്രുഡൻസിൻ്റെ 4ാമത്തെ ചോദ്യമാണ് വാട്ട് ആർ ദ എലമെൻറ്റ്സ് ഓഫ് ലോ, ലോയുടെ ബിൽഡിംഗ് ബ്ലോക്സ് എന്തൊക്കെയാണ്. അത് അടുത്ത സെഷനിൽ നോക്കാം. സോ ഫ്രണ്ട്സ്, ജൂറിസ്പ്രുഡൻസ് ലെക്ചർ സീരീസിൻ്റെ ഇന്നത്തെ ഈ 6th പാർട്ടിൽ നമ്മൾ എന്താണ് ലോ, സോഴ്സസ് ഓഫ് ലോ, വാട്ട് മേക്സ് ലോ ബൈൻഡിങ് എന്നുള്ള 3 ആസ്പെക്ട്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കി. ആൻഡ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എലിമെൻറ്റ്സ് ഓഫ് ലോ ആണ്. ആൻഡ് അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ആ എലിമെൻറ്റ്സിലൂടെ നമുക്ക് പോകേണ്ടതുണ്ട്. സോ ഇറ്റ് വിൽ ബി ടേക്കൺ ആസ് എ ഡിഫറെൻറ്റ് പാർട്ട്. അതിലേക്കൊക്കെ പോകുന്നതിന്, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നമ്മൾ ഇന്ന് പഠിച്ച ലോ എന്താണ്, അതിൻ്റെ സോഴ്സ് എന്താണ്, ബൈൻഡിങ് ഫോഴ്സ് എന്താണെന്നുള്ളതായിരുന്നല്ലോ 3 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. സോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നതിന് ശേഷം നമ്മുടെ ഏറ്റവും വലിയ സോഴ്സ് ഓഫ് ലോ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ ഓഫ് ഇന്ത്യ ഓർ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൻ്റെ ബൈൻഡിങ് ഫോഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിൽ തന്നെ പറഞ്ഞിരിക്കുന്ന വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യയാണ് അതിൻ്റെ ബൈൻഡിങ് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ വിത്ത് ദിസ് നോട്ട് ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിക്കുകയാണ്. വീണ്ടും അടുത്ത പാർട്ടിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എലിമെൻറ്റ്സ് ഓഫ് ലോ എന്തൊക്കെയാണ്, ആൻഡ് അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ എലിമെൻറ്റിലൂടെയും നമുക്ക് ഡീൽ ചെയ്യേണ്ട ഒരു വിഷയമായതുകൊണ്ട് അതൊരു സെപ്പറേറ്റ് പാർട്ടായിട്ട് തന്നെ എലിമെൻറ്റ്സ് ഓഫ് ലോയിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. അൺടിൽ വി മീറ്റ് നെക്സ്റ്റ് ടൈം. താങ്ക് യു. ബൈ.